ഈ ദിവസം ഇതിൽ കൂടുതൽ പുറത്ത് നിൽക്കുന്നവരുണ്ട്. അത് വേടനെ കാണാമെന്നവരാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ വേടൻ ഈ പുരസ്കാരം കൊടുക്കുമ്പോൾ ചരിത്രം നാളെ മുതൽ തിരുത്തി കുറിക്കാൻ പോവുകയാണ്. ഇതൊരു തുടർ പ്രവർത്തനമായിട്ട് നമ്മൾ മാറ്റും. ഈ ജനസമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നവർക്ക് ഈ പുരസ്കാരം നമ്മൾ വീണ്ടും കൊടുക്കും. അത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും. ഇങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാ സ്ഥലങ്ങളിലും, തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിലും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഇവിടെ വന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട ആൾക്കാരാണ്. മഹാത്മാവിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്മൃതി മണ്ഡപത്തിൽ വന്ന് പുഷ്പാർച്ചന ചെയ്തു പോവേണ്ടവരാണ്. ഇവരൊക്കെ പല സംഘടനകളായി മാറി നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ മണ്ണിനെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. നമുക്ക് പറയാനുള്ളത്, ഈ മണ്ണ് നമ്മുടെ എല്ലാവരുടേതാണ്. 9 വർഷക്കാലം ഇത് അടഞ്ഞു കിടന്നപ്പോ കേസ് പറഞ്ഞു വാങ്ങിയതാണ് നമ്മള്. ഇന്നിതാ ഇത് ഇത്രയും ജനങ്ങളെ ഈ കൂട്ടി ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് അവസരമൊരുക്കിയത് ഈ നാട്ടിലെ സംഘടനയോട് താല്പര്യമുള്ള, മഹാത്മാവിനോട് ആഭിമുഖ്യമുള്ള വേടനെ കാണാമെന്നവരാണ്. നമ്മൾ ഒന്നിച്ചു നിന്ന് ഇന്നത്തെ ദിവസം ഈ പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചത് വലിയ ഒരു പരിപാടികളോടെയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ 1.5 മാസക്കാലം ഗവർണറുമായിട്ട് ഇടപെട്ടു. നമുക്ക് ഗവർണറെ അവസാന നിമിഷം നമുക്ക് ഗവർണറെ കിട്ടിയില്ല. മന്ത്രിമാരെ, രാഷ്ട്രീയ പ്രവർത്തകരെ ആരെയും തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ജനപ്രതിനിധികളെ മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത്. അത് കാരണം ഈ മണ്ണിൽ നിന്നുകൊണ്ട് ആരും രാഷ്ട്രീയം പറയണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്കിവിടെ രാഷ്ട്രീയമില്ല, ഈ മണ്ണിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ എല്ലാവരും വരണം, ഈ മണ്ണിൽ എല്ലാവരും വന്നു പോകണം. ഓഗസ്റ്റ് 28, ജൂൺ 18, സെപ്റ്റംബർ 9, സെപ്റ്റംബർ അവിട്ട മാസം, ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഉത്സവ മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ. നമ്മളിത് ഒരു പൊതു ഇടമാക്കി മാറ്റുകയും ഇവിടെ പൊതുപരിപാടികൾ, മഹാത്മാവിനെ സ്നേഹിക്കുന്നവർ ഈ മണ്ണിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനെ തകർക്കുന്നതിന് വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അത് തകർക്കാൻ പറ്റില്ല എന്നും, അതുപോലെ തന്നെ വേടനെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ് പല മേഖലയിൽ നിന്നും അദ്ദേഹത്തെ ബന്ധപ്പെട്ടവരുണ്ട്. അദ്ദേഹത്തിന് പരിചയമുള്ള ആൾക്കാരോട് പറഞ്ഞ് സംസാരിച്ചവരുണ്ട്. അവർക്കെല്ലാവർക്കും പ്രശ്നം സാധുജന പരിപാലന സംഘം ഇത് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് വേടനെ നമ്മൾ തിരഞ്ഞെടുത്തതും ഇവിടെ ഇന്നത്തെ ദിവസം ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും ഇവിടെ കൊണ്ടുവന്നതും. ഈ സംഘടന വിചാരിച്ചാൽ ആരെയും കിട്ടില്ല, ഇവിടെ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. അത് പരിപാടി നടത്തണമെങ്കിൽ ഇങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നാൽ നടത്താൻ പറ്റുമെന്ന് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി നടത്തിയത്. ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്, ഇന്ന് ചരമദിനമാണ്, ആഘോഷങ്ങളില്ല. പക്ഷേ വേടം വരുമ്പോൾ അതൊരു ആഘോഷമായി മാറും. നമ്മൾ ആഘോഷത്തെക്കാളും നമ്മൾ കാണുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഈ പുരസ്കാരം വേടന് കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത്. അതിലേക്ക് ഇവിടെ എത്തിപ്പെട്ട എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ ബഹുമാനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറാണ്. അദ്ദേഹം ക്യാബിനറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വേടനോട് പറയണം, അദ്ദേഹം വരുമെന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹം വരും. അദ്ദേഹത്തെയും ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്താമെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ തിരുവനന്തപുരം MP ശശി തരൂരാണ്. അദ്ദേഹം ഇന്നലെ എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം യാത്രയിലാണ്.
അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്താൻ നമ്മൾ നിർദ്ദേശിച്ചിരുന്നത് നമ്മുടെ ഡെപ്യൂട്ടി മേയറാണ്. അദ്ദേഹത്തിന് അവരുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ലോഗോ പ്രകാശനം ഉണ്ട്, അതുകൊണ്ട് മന്ത്രി ക്യാബിനറ്റ് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ സമയവും അല്ലെങ്കിൽ ആ സാഹചര്യവും ഒക്കെ മാറി വന്നു. ഈ 84ാമത് മഹാത്മാ അയ്യങ്കാളിയുടെ ചരമവാർഷിക ദിനത്തിന്റെ അനുസ്മരണം ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള ചുമതല നമ്മുടെ പ്രിയങ്കരനായ വേടനിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ അനുസ്മരണം വേടൻ ഉദ്ഘാടനം ചെയ്യും. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് സാധുജന പരിപാലന സംഘം ഇങ്ങനെ ഒരു പുരസ്കാരം വേടന് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ ഞാൻ വരും, ഞാനിത് വന്ന് വാങ്ങും എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. 2020-ലാണ് വേടൻ ആദ്യമായിട്ട് വെങ്ങാനൂർ വരുന്നത്. അന്ന് വന്നപ്പോൾ ഇത്രയും വലിയ ജനക്കൂട്ടമില്ല, വേടൻ ആരും അറിയുന്നില്ല. വേടൻ അവിടെ വന്നു, ഓഫീസിൽ വന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചു. എനിക്കും അദ്ദേഹത്തെ മനസ്സിലായില്ല. പക്ഷെ വൈകുന്നേരം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ കാണാൻ വന്നത് വേടനായിരുന്നു എന്ന്. പക്ഷേ അത് മാറി. അന്ന് വേടൻ വന്നപ്പോൾ ആരും കണ്ടില്ല, ആരും അറിഞ്ഞതുമില്ല. പക്ഷെ ഇന്ന് ഇത്രയും ജനങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വേടനെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഈ പുരസ്കാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കാര്യം പറഞ്ഞു. നമ്മളിത് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മളിത് ഒരു പ്രചരണം നടത്തിയപ്പോൾ ഇത് ചെയ്യുന്നത് മറ്റു പലരുമാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ അരമണിക്കൂറിനകത്ത് വൈറലായി. സാധുജന പരിപാലന സംഘമാണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ പലരും വിളിച്ചു. ഞങ്ങൾക്ക് പിന്തുണ തന്നവരുണ്ട്. ഏത് വിധവും ഇവിടെ വരാൻ സമ്മതിക്കാത്തവരുടെ മുന്നിലൂടെ വേടൻ ഇവിടെ കൊണ്ടുവരണം. കഴിഞ്ഞ 3 ദിവസത്തെ ഞങ്ങളുടെ സംഘടനയുടെ കൂടെ നിന്നവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഞങ്ങളുടെ പ്രിയ സഹോദരൻ വേടനെ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വന്ന ഞങ്ങളുമായി സഹകരിക്കുന്ന, ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വളരെയേറെ സഹായം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഏറ്റവും സഹകരണത്തോടെ അവർ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാ സഹായവും തരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമസ്കാരം.